ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വലിയ ഒരു സംഘർഷത്തിലേക്കുള്ള സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. അത് എയർക്രാഫ്റ്റ് കാരിയർ ആണ്. സ്ട്രൈക്കിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ആക്രമണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യുദ്ധക്കപ്പലാണിത്. അമേരിക്ക എടുത്തിരിക്കുന്ന പുതിയ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാന് നേർക്ക് ഈ യുദ്ധക്കപ്പൽ അടുക്കുന്നത് എന്നാണ് സൂചനകൾ വരുന്നത്. സൗത്ത് ചൈന സീ, അതായത് ദക്ഷിണ ചൈന കടലിൽ നിന്ന് ഈ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഏഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതായത് വൻതോതിലുള്ള സൈനിക സന്നാഹത്തെ അമേരിക്ക ഒരു രാജ്യത്തിന് നേരെ അയക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഇനിയും ക്രൂരമായ രീതിയിൽ സൈനിക നടപടി ഇറാനിൽ തുടർന്നാൽ ഞങ്ങൾ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്ന്. അങ്ങനെ ശക്തമായ നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഈ എയർക്രാഫ്റ്റ് കാരിയർ പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് നീങ്ങുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് പടിഞ്ഞാറൻ ഏഷ്യയിൽ മുൻപ് ഒരിക്കലും അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ എയർക്രാഫ്റ്റ് കാരിയർ സ്ഥിരമായി നങ്കൂരമിട്ടിട്ടില്ല. അത്തരത്തിൽ ഒരു എയർക്രാഫ്റ്റ് കാരിയർ നിലവിൽ അവിടെ സുരക്ഷയും ഒരുക്കുന്നില്ല. സൗത്ത് ചൈന സീയിൽ, അതായത് ഈ അന്താരാഷ്ട്ര സമുദ്രത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സൗത്ത് ചൈന സീയിലുള്ള സൈനിക ഇടപെടലുകളെ നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ തായ്വാന് ഒരു സംരക്ഷണം കൊടുക്കാനുമാണ് ഈ എയർക്രാഫ്റ്റ് കാരിയർ അവിടെ നങ്കൂരമിട്ട് കിടക്കാറുള്ളത്. പക്ഷേ ഈ ചൈന കടലിൽ മാത്രമല്ല, ഈ അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏതാണ്ട് ഓസ്ട്രേലിയയ്ക്ക് സമീപം വരെയുള്ള പ്രദേശങ്ങളിലുള്ള സൈനിക കാര്യങ്ങളും സമുദ്ര സുരക്ഷയും അടക്കം നോക്കുക എന്നുള്ളതാണ്. അമേരിക്കയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണ്. ഒരു രാജ്യം ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഏത് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്ക നേരത്തെ ഒരു മുന്നറിയിപ്പ് ഖമൈനിക്ക് നൽകിയിരുന്നു. അതായത് ഞങ്ങളുടെ സൈനിക നടപടി ഏത് നിമിഷവും നിങ്ങൾക്ക് നേരെ ഉണ്ടാകാം. ക്രൂരമായ നിങ്ങളുടെ സൈനിക ആക്രമണങ്ങൾ പ്രതിഷേധക്കാർക്ക് നേരെ നടത്തുന്നത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നടപടിയെടുക്കാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അത് മാത്രവുമല്ല, ട്രംപ് അതിന് മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അവിടുത്തെ പ്രതിഷേധക്കാരോട്, നിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചോളൂ, സഹായം ഉടനെത്തുമെന്ന്. അതായത് സഹായം ഉടനെത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈന്യം എത്തുമെന്നാണ്. ഇതേ പ്രശ്നം തന്നെയായിരുന്നല്ലോ 1980കളുടെ അവസാനത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഉണ്ടായത്. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് പറഞ്ഞത്? ഇസ്ലാം ഇൻ ഡേഞ്ചർ, ഇസ്ലാം അപകടത്തിലാണ്, അവിടേക്ക് ഒരു സൈനിക നടപടി ആവശ്യമാണ് അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ സൈന്യമായിരുന്നു അന്ന് അഫ്ഗാനിസ്ഥാനിൽ നിയന്ത്രിച്ചിരുന്നത്. അവിടെ ഒരു സർക്കാർ രൂപീകരിച്ചത്, അവിടെ ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണക്രമം കൊണ്ടുവരികയും ഇസ്ലാമിക മൗലികവാദികളും മതപണ്ഡിതന്മാരും നിയന്ത്രിക്കാനൊരുങ്ങിയ സമൂഹത്തിനെ മറ്റൊരു പാതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അന്നാണ് ഇസ്ലാം ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെത്തിയത്. അതിനുശേഷം പിന്നീട് എന്തുണ്ടായി? അമേരിക്ക അവിടെ താലിബാനെ സൃഷ്ടിച്ചു. താലിബാൻ USSRനെ അവിടെ നിന്ന് തുരത്ത് USSR അവസാനം പിൻവാങ്ങേണ്ടി വന്നു. അതിന് പിന്നാലെ താലിബാൻ എന്ന് പറയുന്ന ശക്തി ഭരണം പിടിച്ച് ഏതാണ്ട് പതിറ്റാണ്ടിലേറെ അവിടെ തുടർന്നു. അവസാനം ഈ താലിബാൻ തന്നെ അമേരിക്കയ്ക്കെതിരായി മാറുകയും അമേരിക്കയ്ക്ക് മേൽ അൽ ഖ്വയ്ദ അടക്കമുള്ള സംഘടനകൾ അതിഭീകരമായ ആക്രമണം നടത്തുകയും ചെയ്തു ലോകത്ത്. അതിനുശേഷം അപ്പോൾ ഇസ്ലാം ഈസ് ഡേഞ്ചർ, ഇസ്ലാം തന്നെ അപകടമാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറി. എന്നിട്ട് പിന്നെയും ഈ ആക്രമണങ്ങൾ പല രാജ്യത്തും തുടർന്നു. അത് ഇറാഖിൽ കണ്ടു, മറ്റ് പല രാജ്യങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹൂതികളുമായിട്ട് ബന്ധപ്പെട്ട് യമനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അമേരിക്കയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. അമേരിക്കയുടെ ഒരു പ്രോക്സി രാജ്യമായിട്ട് പടിഞ്ഞാറൻ ഏഷ്യയിൽ പ്രവർത്തിക്കുന്ന സൗദി ഉണ്ടല്ലോ, ആ സൗദി യമനിൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിധിയോളം യമനിൽ പ്രശ്നങ്ങൾക്ക് സൗദി കാരണമാണ്. അതുപോലെ തന്നെ ഒരു ഭാഗം UAEയുടെ കയ്യിലാണ്, മറ്റൊരു ഭാഗം ഹൂതികളുടെയും അവിടുത്തെ യമൻ വിഘടനവാദികളുടെയും ഒക്കെ കയ്യിലാണ്. അപ്പോൾ ഇറാൻ ഒരു പങ്കുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഘർഷ സാധ്യത വെസ്റ്റ് ഏഷ്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മറ്റൊന്നുകൂടി അതിനെ ബലപ്പെടുത്തുന്നതായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇറാനിലെ ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അനിവാര്യമാണ്, അത് ഇസ്രയേലിൻ്റെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ അവിടെ സൈനിക നടപടി ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. നിലവിൽ അവിടുത്തെ സാമ്പത്തിക മാന്ദ്യങ്ങളും പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും വിലക്കയറ്റവും എല്ലാം ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അത് പിന്നീട് ഒരു ഭരണമാറ്റത്തിൻ്റെ ആഹ്വാനത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ബുർഖ വിരുദ്ധ സമരവും ഹിജാബ് വിരുദ്ധ സമരവും ഒക്കെ ആയിട്ട് സ്ത്രീകളും രംഗത്തെത്തുന്നു. അപ്പോഴാണ് ഇറാൻ സർക്കാർ ആ ജനങ്ങൾക്ക് നേരെ സായുധ ആക്രമണം നടത്തുന്നത്. 3000-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗിക വിവരമുണ്ട്. എന്നാൽ മരണം 10,000 കടന്നിരിക്കാമെന്ന് അനൗദ്യോഗികമായ വിവരമുണ്ട്.
സ്റ്റാർലിങ്ക് അടക്കം ഇന്റർനെറ്റ് സേവനങ്ങളെ എല്ലാം തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ് ഇറാൻ സർക്കാർ എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യം. കാരണം മനുഷ്യാവകാശം അവിടെ സംരക്ഷിക്കപ്പെടില്ല, മനുഷ്യാവകാശം തകർന്നിരിക്കുന്നു. അതിനെ വീണ്ടെടുക്കാനായിട്ട് കൂടുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടതുമാണ്. എന്തായാലും ഈ എയർക്രാഫ്റ്റ് കാരിയറിന്റെ സ്ട്രൈക്കർ ഗ്രൂപ്പാണ്, അവരുടെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ വിഭാഗങ്ങളിൽ പെടുന്ന സ്ട്രൈക്കർ ഗ്രൂപ്പാണ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന സെൻട്രൽ കമാൻഡിന്റെ ഭാഗമായിട്ടുള്ള ഈ യുദ്ധക്കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്. അത് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ വെസ്റ്റ് ഏഷ്യയിലേക്ക് ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്നുള്ള വാർത്ത വരുന്നു. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കന്റെ പേരിലുള്ളതാണ് ഈ യുദ്ധക്കപ്പൽ എന്ന് പറയുന്നത്. 5ാം നിമിറ്റ്സ് ക്ലാസ്സിൽ പെടുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയർ കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിലൊന്ന്. അപ്പോൾ സമുദ്ര സുരക്ഷ, വ്യാപാര സുരക്ഷ, സൈനിക മുന്നേറ്റം തുടങ്ങിയവയൊക്കെയാണ് ഈ എയർക്രാഫ്റ്റ് കാരിയർ സ്ഥിരമായി നിർണ്ണയിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പടിഞ്ഞാറൻ ഏഷ്യയിൽ മറ്റ് എയർക്രാഫ്റ്റ് കാരിയർ നിലവിലില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഈ പറയുന്ന യുദ്ധക്കപ്പൽ അങ്ങോട്ട് നീങ്ങുന്നത്. അപ്പോൾ വലിയ ഒരു ആക്രമണത്തിന് വേണ്ടി വന്നാൽ ഇതിനകത്ത് ഈ നിരവധി യുദ്ധവിമാനങ്ങളുണ്ട്. യുദ്ധവിമാനങ്ങൾ പറന്നു ചെന്ന് ആക്രമണം നടത്തും. ഈ യുദ്ധക്കപ്പലിൽ നിന്ന് മിസൈലുകൾ വർഷിക്കാൻ കഴിയും. അതായത് ഒരു വലിയ യുദ്ധക്കപ്പൽ, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ യുദ്ധക്കപ്പലിനെയൊക്കെ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലുള്ള എയർക്രാഫ്റ്റ് കാരിയറൊക്കെ. അപ്പോൾ അതിനേക്കാളൊക്കെ വലിപ്പമുള്ള ഒരു കപ്പൽ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. വലിയ ശക്തി ഇതിനുണ്ട്, ആണവശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഈ കപ്പലിൽ നിന്ന് നടത്താൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിരൂക്ഷമായ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ്. അമേരിക്ക അടക്കം അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള എല്ലാവരെയും തങ്ങൾ നശിപ്പിക്കുമെന്നാണ് ഖമനേയി പറയുന്നിരിക്കുന്നത്. പക്ഷേ USS എബ്രഹാം ലിങ്കന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇറാന് കഴിയുമോ എന്നുള്ളത് സംശയമാണ്. ഒരൊറ്റ യുദ്ധക്കപ്പൽ മതി ഇറാനെ ഭസ്മമാക്കാനായിട്ട്. പക്ഷേ ഇറാൻ്റെ കയ്യിലും ആയുധങ്ങളുണ്ട്. അത് ആണവായുധമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണ സാധ്യത നിലനിൽക്കുന്നു. അധികം വൈകാതെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ഒരു നിർണായകമായ ഗതിമാറ്റം കൂടി അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധത്തിന് സംഭവിച്ചിരിക്കുന്നു. അതായത് പ്രസിഡന്റ് പുടിൻ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനോട്, ഇറാനും നിങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാൻ മധ്യസ്ഥതയ്ക്ക് ഞാൻ തയ്യാറാണ്, ഞങ്ങൾ പിന്തുണ തരുന്നു എന്ന്. സാധാരണഗതിയിൽ ഇറാനോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്നുള്ള. അപ്പോൾ റഷ്യ ചെറിയൊരു നിലപാട് മാറ്റം വരുത്തിയിരിക്കുന്നു. ഇറാനോട് മാത്രം ഒരു സമീപനം എടുത്തിരിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇസ്രായേലിനോട് പറയുകയാണ്, ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ്, നിങ്ങളുമായിട്ട് ഈ പറയുന്ന ഇറാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് എന്ന്. അപ്പോൾ അവിടെ ഒരു പവർ ഷിഫ്റ്റ് കൂടി, ഇല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നയം മാറ്റം കൂടി ഉണ്ടായിരിക്കുന്നു. ഇറാനെ പിന്തുണയ്ക്കുന്നതിന് പകരമായിട്ട് പ്രശ്നത്തിന് മധ്യസ്ഥത സംസാരിക്കാൻ തങ്ങൾ റെഡിയാണെന്നും നെതന്യാഹുവിന് ഏത് തരത്തിലുള്ള ആക്രമണത്തിനും പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം കൂടിയാണ്. എന്തായാലും ഇതെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇറാനിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പ്രധാന വാർത്ത. ആ വാർത്ത മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അധികം വൈകാതെ ഇറാൻ തീരത്തിലേക്ക് അന്താരാഷ്ട്ര സമുദ്രാതിർത്തി ഭേദിച്ച് അമേരിക്ക കടന്നാൽ അത് യുദ്ധം തന്നെയായിട്ട് മാറും. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം മൊത്തം ബാധിക്കും. ഇന്ത്യയും അടക്കം അത് ബാധിക്കാനിടയുണ്ട്. എന്തായാലും അത് എന്തായി തീരുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.